തൃശ്ശൂർ പാഞ്ചജന്യം ഭാരതം എന്ന സംഘടനയുടെ ഒരു ഭാരവാഹിയാണ്. നന്ദി. എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ അധ്യക്ഷൻ, ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ, കഴിഞ്ഞ 25 വർഷം മുമ്പ് നഗരസഭയുടെ സെക്രട്ടറി ആയിരിക്കുമ്പോൾ തന്നെ പരിചയമുള്ള വേണുഗോപാലൻ സർ, നേരത്തെ പറഞ്ഞതുപോലെ നന്മയുടെ നീതിന്യായ രംഗത്ത് വിളങ്ങി നിൽക്കുന്ന സോമരാജൻ സർ, ഇന്ന് നാം ആദരിക്കപ്പെട്ട പുനലൂർ സോമരാജൻ സർ, രേണുകാ ശങ്കർ, പുഷ്കല മേഡം, അച്യുതക്കുപ്പ് അടക്കമുള്ള വിശിഷ്ടാതിഥികളെ, വേദിയിൽ സദസ്സിലിരിക്കുന്ന വിശിഷ്ടാതിഥികളെ, ഇത്തരമൊരു ചടങ്ങിൽ, പ്രത്യേകിച്ച് സോമരാജൻ സാറിനെ പോലെ ആദരിക്കപ്പെടുന്ന ഒരു ചടങ്ങിൽ വെച്ച് ഇത്തരത്തിലൊരു ഒരു കർമ്മശ്രീ പുരസ്കാരം തന്ന് ആദരിച്ചതിന് ആദ്യമായിട്ട് അജഗജാന്തര വ്യത്യാസമുണ്ട് നിങ്ങളുടെ പ്രവൃത്തികൾ. അതിന് പ്രത്യേകം നന്ദി പറയുക. അച്യുതക്കുപ്പിനെ നേരിട്ട് പരിചയപ്പെടുന്നതിന് മുമ്പ് അദ്ദേഹത്തിൻ്റെ ഒരു പ്രവൃത്തിയാണ് എന്നെ അദ്ദേഹത്തിലേക്ക് ആകർഷിച്ചത്. അദ്ദേഹത്തിന് ഓർമ്മ ഉണ്ടാവില്ല, 25 വർഷം മുമ്പ് നാരായണാലയത്തിൻ്റെ പിന്നിൽ കൂടെ ഞാൻ ബൈക്കിൽ പോകുമ്പോൾ ഒരമ്മ, എല്ലാം കൊണ്ടും വൃത്തികേടായിട്ടുള്ള ഒരമ്മ, മൂത്രം ഒക്കെ വൃത്തികേടായിട്ടുള്ള ഒരു അമ്മേനെ അച്യുതക്കുപ്പ് എന്നൊരു വ്യക്തി വൃത്തിയാക്കി. അപ്പോൾ നമ്മളൊക്കെ എന്താ ചെന്ന് സമീപിക്കാൻ ബുദ്ധിമുട്ട് ഉള്ള ഒരാളെ അങ്ങനെ വൃത്തിയാക്കി, മുടിയൊക്കെ വെട്ടി, ഒരു നാരങ്ങ എന്താ പറയുക വെള്ളം കൊടുത്ത്, അതായത് കാപ്പിയോ അത് കൊടുത്തു, അതോടുകൂടി മുഴുവൻ അങ്ങോട്ട് പോകും. അപ്പോൾ ആ അച്യുതക്കുപ്പിനെ വൃത്തിയാക്കുന്ന രംഗമാണ് എന്നിലേക്ക് അദ്ദേഹത്തിനെ ആകർഷിക്കാൻ കാരണം. എന്നാലും അറിയില്ല ആ ഒരു അദ്ദേഹത്തിൻ്റെ പ്രവൃത്തി. പിന്നീടാണ് ആളായിട്ട് ഞാൻ ഒരു സുഹൃത്ബന്ധവും കാര്യങ്ങളൊക്കെ ഉണ്ടായത്. അത്തരത്തിലുള്ളൊരു ആൾ, അദ്ദേഹം നമ്മളെ അംഗീകരിക്കുക എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷമാണ്. അതിനുള്ള നന്ദി ഇപ്പോൾ അറിയിക്കുന്നു. അതുപോലെ തന്നെ നായർ സമാജം പോലെ ഈ ഗുരുവായൂരിന് അഭിമാനകരമായ രീതിയിൽ പരിപാടികൾ നടത്തുന്ന നായർ സമാജത്തിൽ നിന്ന് ഇത് ലഭിച്ചതിലുള്ള നന്ദിയും അറിയിക്കുക. പിന്നെ എൻ്റെ പ്രവർത്തനത്തെ സംബന്ധിച്ചിടത്തോളം എൻ്റെ പ്രവർത്തനങ്ങളൊക്കെ തന്നെ വിജയിക്കുന്നതിന് കാരണക്കാരായവർ ഇരിക്കുന്നത് തോളോട് തോൾ നിന്നുള്ള പ്രവർത്തനം ആണ്. പൈതൃകത്തിലായാലും നമ്മുടെ കൂട്ടായ്മയായാലും, അത് ചിങ്ങ മഹോത്സവമായാലും, മഞ്ഞുളാത്തമേള ആയാലും, ഏകാദശി സാംസ്കാരിക ഉത്സവമായാലും, ദീപക്കാഴ്ചയായാലും, അത് സപ്താഹമായാലും ഒക്കെ വിജയിക്കുന്നതിന് എല്ലാവരും ഒരുമിച്ച് പ്രവർത്തിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് അത്തരത്തിലുള്ളൊരു വിജയം കാണുന്നത്. ഞാൻ കൂടുതൽ സംസാരിക്കുന്നൊരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കുക. നമുക്ക് ഇന്ന് ഈ ഒരു രീതിയിൽ നാം ഓർക്കേണ്ട ഒരാൾ നമ്മുടെ ജനുവേട്ടൻ, മാധവ് ജനുവേട്ടനുമായി ബന്ധപ്പെട്ടുള്ളൊരു കാര്യം. നമ്മൾ ഈ വിശക്കുന്ന വയറിനോടൊപ്പം തന്നെ നമ്മൾ വസ്ത്രദാനം നടത്തുന്നുണ്ട്. നമ്മുടെ വീടുകളിൽ വെറുതെ ഇരിക്കുന്ന ഉപയോഗിച്ചതും ഉപയോഗിക്കാത്തതുമായ വസ്ത്രങ്ങൾ തന്നാൽ അത് കൃത്യമായ കരങ്ങളിൽ കൊടുക്കുന്ന വസ്ത്രദാനം കൂടി ഒരുമിച്ച് നടത്തുന്നുണ്ട്. അപ്പോൾ ജനിയേട്ടൻ